Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. അപ്പോൾ ഇവിടെ നമ്മള് ഇന്നലെ ഇട്ട് നിർത്തിയത് പർച്ചേസിംഗ് വരെ ആയിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. To get the right quality, right quantity, right place, right price from a right vendor. Right എന്ന് തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? അവിടെ 9th എന്നാണ് സ്ക്രീനിൽ തെറ്റാണ്. റൈറ്റ് വെഞ്ചർ. റൈറ്റ് എന്നാക്കാം കേട്ടോ. 9th എന്നാണെങ്കിൽ റൈറ്റ് എന്നാക്കാം. റൈറ്റ് വെഞ്ചർ ഓർ സോഴ്സ് at the right time and at the right place of delivery 6 hours of purchasing. നമ്മള് മാർക്കറ്റിംഗില് 4 P's of മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ 4 P's of മാർക്കറ്റിംഗ്? ഓർമ്മയുണ്ടോ? മാർക്കറ്റിംഗ് പഠിച്ചപ്പോ 4 P's of മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും ഓർമ്മയില്ലേ? Four P's. Man, money, അതേതാ? 4 P's of marketing. 4P. ഏതായിരുന്നു 4 P's of marketing? Product, price, place, last one ഏതാ? പ്രമോഷൻ. ഓക്കെ, അപ്പൊ അതായിരുന്നു 4 P's of മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിംഗിന് എന്തുണ്ട്? 6 hours ഉണ്ട്. ഓക്കെ, 6 hours ഏതൊക്കെയാണ്? റൈറ്റ് ക്വാളിറ്റി, അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ എന്താണ്? റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെഞ്ചർ, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെഞ്ചർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. 6 hours ഓഫ് പർച്ചേസിംഗ് ചോദിക്കാറുണ്ട്. ഓർത്ത് വെക്കുക എന്താണ്? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് വെഞ്ചർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പൊ 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്താ? അതർ ഒബ്ജക്റ്റീവ്സ് include keeping the constant flow of materials and to guarantee higher productivity. അപ്പോ മറ്റു ഒബ്ജക്റ്റീവ് എന്താണെന്ന് കൊടുത്തിരിക്കുന്നത്? അതർ ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ്സ് keeping constant flow of materials and to generate higher productivity. അല്ലെ, നമ്മൾ എന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ നിരന്തരമായ ഫ്ലോയും അതിനെ മറ്റു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതർ ഒബ്ജക്റ്റീവ് ആയിട്ട് പർച്ചേസിംഗിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, മെഡിസിന്റെ ഒരു കാര്യം എടുക്കാം. മെഡിസിൻ സ്റ്റോക്കിൽ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമസിയിൽ നമ്മൾക്ക് ആളുകൾക്ക് കൊടുക്കാനായിട്ട് മെഡിസിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും അല്ലെ. ഹയർ പ്രൊഡക്ടിവിറ്റി അത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്?
ഈ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് മെഡിസിന്റെ കാര്യം എടുക്കുക. ഫാർമസിയിൽ എന്താണ് ആളുകൾക്ക് ആവശ്യം എന്താണ്? മെഡിസിൻ ആണ് അല്ലെ. മെഡിസിൻ അത് നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് കൊടുത്ത് ആ സ്റ്റോക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അതിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പോ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസും ഗ്യാരണ്ടി എന്താണ്? ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പർച്ചേസിംഗിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെന്താ? Vendor evaluation is performed relying on quality rating and delivery rating. Okay, എന്താ പറയുന്നത്? ഈ വെഞ്ചറിനെ ഇവാലുവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? കറക്റ്റ് ടൈമില് കറക്റ്റ് റേറ്റില് നമ്മൾക്ക് എന്ത് ചെയ്യണം? അദ്ദേഹം മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അങ്ങനെ ഒരു വെഞ്ചറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാണ് വെഞ്ചർ? കച്ചവടക്കാരൻ അല്ലെങ്കിൽ സപ്ലയർ. ഓക്കെ, സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ വെഞ്ചറെ നമുക്ക് എങ്ങനെ ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും? റൈറ്റ് ക്വാളിറ്റി അല്ലെ. റൈറ്റ് ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന റൈറ്റ് ടൈമിലായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് വെഞ്ചർ ആയിരിക്കും അല്ലെ. വെഞ്ചർ ഹാസ് to be trustworthy, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കും. Hospital will have an approved list of vendors. ഈ ഹോസ്പിറ്റലിന് എങ്ങനെയാണ്? ഹോസ്പിറ്റലില് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്, ഒരു ലിസ്റ്റ് ഉണ്ടാവും, വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അത് നോക്കിയിട്ട് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന വെൻഡേഴ്സിനെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. അവർക്ക് ഓർഡർ കൊടുത്തിട്ട് മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈ ചെയ്ത് തരുന്നത്. Purchase is a business function. പർച്ചേസിംഗിനെ ആ പാരഗ്രാഫില് പർച്ചേസിംഗിനെ 3 ഫങ്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്, സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. ബിസിനസ് ഫംഗ്ഷൻ എന്താണ്? സിൻസ് വി കൺവേർട്ട് റിസോഴ്സസ് ഇൻടു സർവീസസ് ആൻഡ് ഇറ്റ് ദെൻ ഇഷ്യൂഡ്. എന്താ പറയുന്നത്? ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസോഴ്സസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു മിഷ്യൻ വാങ്ങിച്ചു. ആ മിഷ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മിഷ്യൻ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം ഉണ്ടാവോ? ഒരു റേഡിയോളജി റൂമിൽ ഒരു സ്കാനിങ് മിഷ്യൻ വാങ്ങിച്ചു. അത് വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകളെ അതിനകത്തോട്ട് കൊണ്ടുവന്ന് സ്കാനിങ്, റേഡിയോളജി റൂമിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അല്ലെ, എക്സ്റേ ഒക്കെ. അങ്ങനെ എക്സ്റേയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ആ മെഷീൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ നമുക്ക്? ഉണ്ടാവോ ഹോസ്പിറ്റലിന്? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു, ഓരോ ദിവസവും സ്കാനിങ് ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ പോലും ഉണ്ടാവില്ല അല്ലെ. രോഗികൾ വരാം, രോഗം നിർണ്ണയിക്കാനായിട്ട് എന്താണ് നമ്മൾ സ്കാനിങ് പറയും, അതുപോലെ തന്നെ എക്സ്റേ പറയും അല്ലെ. അപ്പൊ ഓരോ ദിവസവും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്താണ്? ഈ മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ട് രോഗികൾ വന്ന് അത് ആ സർവീസ് സ്വീകരിച്ച് കറക്റ്റ് ആയിട്ട് അത് എന്താണ് രോഗം നിർണ്ണയിക്കാനായിട്ട് രോഗം നിർണ്ണയിച്ച് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ആ സർവീസ് അവർ സ്വീകരിക്കുമ്പോൾ എന്താണ്? നല്ല രീതിയിൽ എന്ത് പറയുന്നുണ്ട്? നല്ല രീതിയിൽ അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റും എന്താണ്? രോഗികൾ വന്ന് അവിടെ ഒരു സർവീസ് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലില് സർവീസ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിസിനസ് എന്താണ്? ഇന്റർമീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഹോസ്പിറ്റൽ ഒരു ബിസിനസ് ആണ് നടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു സ്പെൻഡിങ് എന്താണ്? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇല്ലേ? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ എക്സ്റേ എടുക്കുന്നു, സ്കാനിങ് എടുക്കുന്നു, CT സ്കാൻ, MRI ഇതൊക്കെ എടുക്കുന്നു. പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോഴും എന്താണ്? അവരെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് റേറ്റ് എത്രയാണ് ആവുന്നത്? 7000, 8000, 5000 അല്ലെ. എക്സ്റേക്ക് അത്ര പൈസ വരില്ല, എന്നാലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ബില്ലടച്ചിട്ടാണ് ഇങ്ങനെയുള്ള സർവീസ് അവർ സ്വീകരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ആ മിഷനിൽ നിന്നും അവർക്ക് കിട്ടുന്നത് എന്താണ്? പണം കിട്ടുന്നുണ്ട്. അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? ആ മിഷൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നു കേട്ടോ.
കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സ്പെൻഡിങ് ഫംഗ്ഷൻ. പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. Purchasing is a spending function and it coordinated with the finance department in event of a bulk purchase. നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഹോസ്പിറ്റലുകളിൽ, ഓർത്തോ, ENT, പീഡിയാട്രിക്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അവർ സെപ്പറേറ്റ് ആയിട്ടാണോ വാങ്ങിക്കുന്നത്? അല്ല, ഒരുമിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ, അഭ്യർത്ഥനകൾ നടത്തി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ഒരുമിച്ച് വാങ്ങിച്ച് പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല് സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി എന്താ? പർച്ചേസിംഗ് ഈസ് എ ബിക്കോസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി as we require proper planning of materials, price forecasting, demand forecasting, organizing, coordination, able administration and timely decision. ഇനി പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കരുത്തുള്ള, ബിക്കോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരുത്തുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റി ആണ്. കാരണം എന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോടാണ് പറഞ്ഞിട്ട് അഭ്യർത്ഥനകൾ നടത്തി അവരാണ് വാങ്ങിക്കുന്നത്. അവർ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, ബഡ്ജറ്റിംഗ് നടത്തുന്നു അല്ലെ, ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ തമ്മിൽ കോർഡിനേഷൻ വേണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ടൈമിൽ ഡിസിഷൻ എടുക്കണം അല്ലെ. ഇപ്പോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യമാണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോ വാങ്ങിക്കണോ അല്ലെ, ഇപ്പോ വാങ്ങിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണോ, അങ്ങനെയുള്ള ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും. അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ടൈമിൽ ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കരുത്തുള്ള ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്ന് കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫംഗ്ഷൻ ആണ്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ബിക്കോസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി കൂടി ആണ്. ഓക്കെ, ഇനി എന്താ? പർച്ചേസിംഗ് ഓഫ് hospital vary according to the size and the activities of the hospital. ഓരോ ഹോസ്പിറ്റലിന്റെ സൈസും പ്രവർത്തനങ്ങൾക്കും ആക്ടിവിറ്റീസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് നടത്താറ്. ഒരു ബിഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും അല്ലെ. ലാർജ് അല്ലെങ്കിൽ ബിഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മുടെ മെറ്റീരിയൽസ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിലോ, സ്മോൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലോ അവിടെ അത്രയ്ക്ക് ബിഗിന്റെ പോലെ അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷന്റെ പോലെയുള്ള മെറ്റീരിയൽസ് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെയും പ്രവർത്തനങ്ങൾക്കും സൈസിനും അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസിങ് നടത്തുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയോ?
Okay. Next are 3 types of purchase in hospitals. 3 types of purchase are first one local purchase, second one purchase from supplier, third one import purchase. അങ്ങനെ 3 purchase ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി local purchase എന്താണെന്ന് നോക്കാം. ഓക്കെ, തൊട്ടടുത്തുള്ള ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തൊട്ടടുത്തുള്ള ഏരിയാസിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കി, ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് which are locally produced rather than those provided in distant places. അതാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാതെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, നമ്മള് എന്താണ് സ്ത്രീകളുടെ തന്നെ എക്സാമ്പിൾ പറയാം. നമ്മള് എന്താ ഹോം മേക്കേഴ്സ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ നമ്മളെ വീട്ടില് കറി ഉണ്ടാക്കണേന്. അപ്പൊ കറിക്ക് ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോഴാണ് നോക്കുമ്പോഴാണ് വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പൊ എന്ത് ചെയ്യും നമ്മള് എന്ത് ചെയ്യും, നമ്മള് സാധാരണ വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാനായിട്ട് നിൽക്കും. നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ എന്നുള്ള കാര്യം ഓർമ്മിക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, എന്താ ചെയ്യാം, തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കും അല്ലെ. തൊട്ടടുത്തുള്ള കടയിൽ വേഗം പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും, കറി വെക്കാനായിട്ട് നോക്കും. ഓക്കെ, അതാണ് ഇത് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ദൂരത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങിക്കാതെ തൊട്ടടുത്തുള്ള കടകളിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പർച്ചേസ് ഫ്രം സപ്ലയർ. When the purchase order is required by your supplier, it forms a valid agreement between you, the customer, and your supplier. നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ഓർഡർ കൊടുക്കും ഇല്ലേ, സപ്ലയർക്ക് ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് വാങ്ങിക്കുമ്പോൾ ആ പർച്ചേസ് ഓർഡറിനെ പറയുന്നത് എന്താണ്, ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലാണ്, കസ്റ്റമറും സെല്ലറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റിനെയാണ് ഇത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ആ വാലിഡ് എഗ്രിമെന്റിന്റെ അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കസ്റ്റമറും അതുപോലെ തന്നെ സപ്ലയറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. To distribute the products and services on time and at the price. Okay, അവിടെ C ആണ് കേട്ടോ, Z അല്ല, C ആണ്. Price agreed. ഇനി എന്താ, when you accept the invoice from your supplier, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് ബില്ല് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലെ. സാധനങ്ങളെ ലിസ്റ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലാണ്. ആ ബില്ലിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ സാധനങ്ങളുടെ ലിസ്റ്റുകള്, സാധനങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ്, അതുപോലെ തന്നെ റേറ്റുകൾ, കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആരാണ് സപ്ലയർ, ആരാണ് കൺസ്യൂമർ, അതുപോലെ തന്നെ എല്ലാ സപ്ലയറുടെ പേരുകളും, സപ്ലയർ ലിസ്റ്റുകൾ, സപ്ലയറുടെ എല്ലാ വിവരങ്ങളും, അതുപോലെ തന്നെ കൺസ്യൂമറുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലിനെയാണ് നമ്മൾ ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ആ ഇൻവോയ്സ് ബില്ല് എന്ത് ചെയ്യുന്ന സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺസ്യൂമർക്ക് കൊടുക്കും. ഇപ്പൊ ഹോസ്പിറ്റലിലാണ് സപ്ലൈയുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ അത് റിസീവ് ചെയ്യുന്നു. ആ ഇൻവോയ്സ് ബില്ല് ഹോസ്പിറ്റൽ അത് നോക്കി ചെക്ക് ചെയ്യും, കറക്റ്റ് ആണോ ഇല്ലയോ, എത്ര ക്വാളിറ്റിയിലൊക്കെ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, ഡാമേജ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പേയ്മെന്റ് കൊടുക്കുന്നു. പേയ്മെന്റ്
എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ, ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തി വെക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പർച്ചേസ് ഫ്രം സപ്ലയറുടെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ പർച്ചേസ് ഓർഡർ ഉണ്ടാവും. പർച്ചേസ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. അവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ. വാലിഡ് എഗ്രിമെന്റ് ആണ്, വാലിഡ് എഗ്രിമെന്റ് ആണ്. സപ്ലയറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് ആ ഓർഡർ എല്ലാ സാധനങ്ങളും നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ സപ്ലയർ ചെയ്യുന്നുണ്ട് ഇൻവോയ്സ് ബില്ല് തരുന്നു. ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉണ്ടാവും. എത്ര എണ്ണമാണ്, ക്വാണ്ടിറ്റി, റേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. സപ്ലയർ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാം അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഇനി ആ ഇൻവോയ്സ് ബില്ല് കസ്റ്റമർ ഇവിടെ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റൽ റിസീവ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ട് പർച്ചേസ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. അറിയാലോ, ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെണ്ടറെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള 4 സ്റ്റെപ്പുകളുണ്ട്, സ്റ്റേജുകളുണ്ട്. അതാണ് ഇനി പഠിക്കുന്നത്. നോക്കാം. ഇൻ പർച്ചേസിംഗ്, the starting point is the recognition of the need for a material on a product. Vendor or source selection has 4 stages. അപ്പോ നമ്മൾ പറഞ്ഞു പർച്ചേസിംഗ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി നമ്മൾ പറഞ്ഞു വെണ്ടറെ സെലക്ട് ചെയ്യുന്നു അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്താനായിട്ട് നമ്മൾ വെണ്ടറെ സെലക്ട് ചെയ്യണം. അപ്പൊ ആ വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ 4 സ്റ്റേജസ് ആണെന്ന് പറയുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സർവേ സ്റ്റേജ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താ സർവേ? സർവേ എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വരും അല്ലെ സർവേ നടത്താനായിട്ട്. ഇപ്പോ മഴക്കാലമാകുമ്പോ, ചൂട് സീസണിലൊക്കെ ആകുമ്പോ പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആളുകൾ
അത് തന്നെ. എന്താണ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചോദിച്ച് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് പോകും അല്ലെ. സർവേ ഒക്കെ നടത്തിയിട്ട് പോവാറുണ്ട്. 3-4 ആളുകളൊക്കെ വന്നിട്ട് സെൻസസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നമുക്കൊരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടാനായിട്ട് മെറ്റീരിയൽസ് വേണം. അപ്പൊ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സർവേ നടത്തും. സർവേ എങ്ങനെയാണ്? നമ്മൾ ഈ മെറ്റീരിയൽസ് വിൽക്കുന്ന വെൻഡേഴ്സിനോട് പോയിട്ട് നമ്മൾ ചോദിക്കും അല്ലെ, നമ്മൾക്ക് ഇന്ന വിലക്ക് തരുമോ, ഇത് തരുമോ, ഇത്ര ക്വാണ്ടിറ്റിയിൽ തരുമോ എന്നൊക്കെ നമ്മള് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. പല കടകൾ നമ്മൾ ചോദിച്ച് ഇറങ്ങുമല്ലോ, ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചോദിച്ച് നമ്മള് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് 1, 2, 3 വെൻഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് സർവേ സ്റ്റേജ്. ഓക്കെ, അവരോട് കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇനി എന്താണ് എൻക്വയറി? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സർവേ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 1, 2, 3 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം അവരുമായിട്ടൊരു എൻക്വയറി അന്വേഷണം നടത്തും അല്ലെ. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് പ്രൊഡക്റ്റ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തരുമോ? ഇത്ര ക്വാളിറ്റിയിൽ എത്ര ക്വാണ്ടിറ്റി വേണം നിങ്ങൾക്ക്? നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇതാണ്, അങ്ങനെ തരാൻ പറ്റുമോ? നമുക്ക് ഒരു കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. എഗ്രിമെന്റ് വെക്കാം എന്നുള്ളതൊക്കെ. അപ്പൊ അവരെന്ത് പറയും? ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അന്വേഷണങ്ങൾ നടത്തുന്നതാണ് എൻക്വയറി സ്റ്റേജ്. ആദ്യം സർവേ നടത്തി, സർവേ സ്റ്റേജിൽ 1-2 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. നമുക്കറിയാം ഇന്ന ആളുകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബിസിനസ് നടത്താൻ പറ്റും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1, 2, 3 ആളുകളെ സെലക്ട് ചെയ്യുന്നു. ഇനി അവരുമായിട്ടൊരു എൻക്വയറി അന്വേഷണം നടത്തും. ഞങ്ങൾക്ക് ഇന്ന ഇതിൽ തരാൻ പറ്റുമോ? ഇന്ന റേറ്റില്, ഇന്ന ക്വാണ്ടിറ്റിയിൽ തരാൻ പറ്റുമോ? അങ്ങനെ അന്വേഷണങ്ങൾ നടത്തി. പിന്നീടാണ് നെഗോഷിയേഷൻ സ്റ്റേജ്. അവരുമായിട്ടൊരു ചർച്ച, എഗ്രിമെന്റ് നമ്മൾ വയ്ക്കും. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച നടത്തുന്ന സ്റ്റേജ് ആണ്. എന്താണ്? ദ ടേം ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എക്സെട്ര. അപ്പൊ എന്താണ് ക്വാളിറ്റി, ക്വാണ്ടിറ്റിയില്? അതുപോലെ തന്നെ പിന്നെ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അടിയിൽ കൊടുത്തിട്ടുണ്ട്. ലീഡ് ടൈം മീൻസ് ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് അറ്റ് ദി മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ലീഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഓർഡറിംഗ് ദ മെറ്റീരിയൽ കറക്റ്റ് അല്ല നിങ്ങളുടെ ടെക്സ്റ്റില്? മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ എന്നാക്കണം കേട്ടോ. അതാണ് ഞാൻ തിരുത്തി വായിച്ചതാണ്. ചിലവരുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മെന്റ് എന്നാണോ? മെന്റ് അല്ല, മെറ്റീരിയൽ എന്നാക്കാം. ലീഡ് ടൈമിന്റെ അവിടെ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. എന്താണ് ലീഡ് ടൈം എന്നുള്ളത് ചോദിക്കാറുണ്ട്. ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ കൊടുക്കും അല്ലെ. സാധനങ്ങൾ ഓർഡർ കൊടുക്കും. ആ ഓർഡർ കൊടുത്തിട്ട് ഒരു നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുത്ത് ഒരു 2-3 ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് പിടിക്കും വരാനായിട്ട് അല്ലെ. അപ്പൊ ഓർഡർ കൊടുത്തത് മുതൽ അത് നമ്മുടെ കയ്യിൽ ലഭ്യമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർഡർ കൊടുത്തിട്ട് അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരാഴ്ചയാവും, ചിലപ്പോൾ 2 ആഴ്ചയാവും അല്ലെ. ആ ഗ്യാപ്പിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ 3 പേരോടും ചർച്ച നടത്തി. ഒരാൾ ചിലപ്പോ ഓക്കെ ആയിരിക്കും, ഇന്ന ക്വാണ്ടിറ്റിയില്, ഇന്ന ലീഡ് ടൈമില്, ഇന്ന ക്വാളിറ്റിയിലൊക്കെ തരാനായിട്ട് തയ്യാറാവും. എല്ലാവരും തയ്യാറാവില്ലല്ലോ. 2-3 ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എൻക്വയറി നടത്തി, ചർച്ച നടത്തുമ്പോൾ എഗ്രിമെന്റ് വെക്കുന്നത് ഒരാളുമായിട്ടായിരിക്കും അല്ലെ. 3 പേരും ചിലപ്പോൾ തയ്യാറാവില്ല, ഇന്ന റേറ്റിൽ തരാനായിട്ട്, ഇന്ന ക്വാണ്ടിറ്റിയിൽ തരാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരാൾ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യും. അങ്ങനെ എഗ്രിമെന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു എക്സ്പീരിയൻസ് സ്റ്റേജ് ആള് സമ്മതിച്ചു, ഓക്കെ ആണെങ്കിൽ നമുക്കൊരു നല്ലൊരു അനുഭവമാണ് കിട്ടിയത് അല്ലെ. അതിനെയാണ് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ സർവേ നോക്കും. സർവേ സ്റ്റേജ് ആണ്. 1, 2, 3 ആളുകളെ സെലക്ട് ചെയ്യുന്നു, അവരുമായിട്ടൊരു എൻക്വയറി നടത്തി. പിന്നെ എന്താണ്? നമ്മളൊരു ചർച്ച നടത്തും അല്ലെ. എഗ്രിമെന്റ് വെക്കാനായിട്ട് ചർച്ച നടത്തും.
ഇന്ന ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയിൽ ലീഡ് ടൈമിൽ തരുമോ ഇല്ലയോ. 3 ആളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ആളും നമുക്ക് തരില്ല, ഏതെങ്കിലും ഒരാൾ മാത്രമേ നമ്മുടെ രീതിയിലേക്ക് വരുള്ളൂ അല്ലെ. അപ്പൊ അയാൾ നമ്മൾ സെലക്ട് ചെയ്തു, ഡിഗ്രി വിട്ടുവെച്ചു, നല്ലൊരു അനുഭവം നമുക്ക് അവിടെ ലഭിച്ചു. കിട്ടിയോ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ലീഡ് ടൈം മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ലീഡ് ടൈം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് duty to spend money judicially, objectively, honestly and effectively. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി ടു സ്പെൻഡ് മണി. എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ജുഡീഷ്യലി അല്ലെ, വിവേകപൂർണമായിട്ട്, അതുപോലെ തന്നെ എന്താണ്, ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായിട്ട്, ഹോണസ്റ്റ്ലി സത്യസന്ധമായിട്ട്, എഫക്റ്റീവ്ലി ഫലപ്രദമായിട്ടുമാണ് മണി സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി എങ്ങനെയാണ്? ജുഡീഷ്യലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റ്ലി, എഫക്റ്റീവ്ലി. ഓക്കെ, വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ആണ് നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ. നെഗോഷിയേഷൻ ചർച്ച, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഉടമ്പടി അല്ലെങ്കിൽ കരാർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്? ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളതാണ്? ബയർ ആൻഡ് സെല്ലർ. ഓക്കെ, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ഒരു കരാർ, അതിനെയാണ് നമ്മള് എന്താ പറയുന്നത്? നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Negotiation is defined as a discussion on a business transactions leading to finalization of a purchase and sales contract of the goods and services. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പർച്ചേസിംഗ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്ട് ആണെന്ന് പറയാം അല്ലെ. ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മളൊരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്നത് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പർച്ചേസിംഗും സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? നെഗോഷിയേഷൻ. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ബയർ ആൻഡ് സെല്ലർ. Negotiation depends on human behavior. Negotiation എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. Important ആണ്. Negotiation is a two-way communication between buyer and seller. ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്യാം.
ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയേ, ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ, പറയാൻ പറ്റോ തൻസി? കൺവീൻസ് പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ മിസ്സേ? പറഞ്ഞു. എല്ലാ പോയിന്റുവാ? എന്താണ്? എല്ലാ പോയിന്റും അല്ലേ? പറഞ്ഞോളൂ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറഞ്ഞോളൂ. ഓക്കെ, മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽ. ഇപ്പം ആ ഒരു പ്രൊഡക്റ്റിന്റെ വിഷയത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ അറിവുണ്ടായിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ നല്ല മികവുണ്ടായിരിക്കുക. തേർഡ് വൺ, ബോത്ത് ഒഫെൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. അതായത് ആക്രമണാത്മകവും പ്രതിരോധപരവുമായിട്ടുള്ള ശൈലികൾ ഉണ്ടായിരിക്കുക. പിന്നെ ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. വേഗത്തിലും വ്യക്തമായിട്ടും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അതായത് മികച്ച വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുക. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. നിയമപരവും സാമ്പത്തികവുമായിട്ടുള്ള അറിവ്. ദെൻ ലോജിക്കൽ തിങ്കർ. യുക്തിസഹമായ ചിന്ത ഉണ്ടായിരിക്കുക. അതായത് ഇമോഷൻസുകൾക്കൊന്നും ഡിപ്പെൻഡ് ആകാത്തുള്ള കാര്യങ്ങൾ, യുക്തിപരമായിട്ടുള്ള ചിന്ത. പിന്നെ ഗുഡ് ലിസണർ ആയിരിക്കുക, നല്ല ശ്രോതാവായിരിക്കുക. പിന്നെ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തിവിശ്വാസം എന്നൊക്കെ പറയും. ഒരു പോസിറ്റീവ് മനോഭാവം, ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക. പിന്നെ ദെൻ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നല്ല നർമ്മബോധം ഉണ്ടായിരിക്കുക. ചർച്ചകളിൽ ഇപ്പം ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നർമ്മബോധത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അതിലെ സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ സാധിക്കും. ദാറ്റ് ഈസ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ദാറ്റ്സ് ഓൾ മിസ്. വേറെ ആർക്ക് പറയാൻ പറ്റുന്നതായിരുന്നു കേട്ടോ തൻസി? താങ്ക് യു മിസ്. വേറെ ആർക്ക് പറയാൻ പറ്റും? ഫർസാന പറയാൻ പറ്റുമോ? Must have good knowledge of particular material. നമുക്ക് ആ മെറ്റീരിയലിനെ പറ്റിയുള്ള പ്രത്യേക അറിവ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രോസും കോൺസും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. എങ്കിലാണ് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ദെൻ എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ആശയവിനിമയത്തിലുള്ള ഒരു കാര്യക്ഷമത, കഴിവ്, നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും വേണം. ദെൻ ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. ആക്രമിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒഫൻസീവായിട്ടും ഡിഫെൻസീവായിട്ടും സംസാരിക്കാൻ സാധിക്കണം. ദെൻ ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. പെട്ടെന്നും വ്യക്തത്തിലും വേഗതയിലും ക്ലിയർ ആയിട്ടും ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ദെൻ ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല്. പരസ്പര ബന്ധത്തിലുള്ളൊരു സ്കില്ല് വേണം. ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവായിരിക്കാം മേ ബി ഉദ്ദേശിക്കുന്നത്, ഒരു കഴിവ് വേണം.
Then knowledge about law of contract, contracting agreement, accounting and pricing. കരാർ ഉടമ്പടികള്, ദെൻ അക്കൗണ്ടിങ്, വിലനിർണ്ണയം എന്നിവയെ പറ്റി എല്ലാം നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ അക്കൗണ്ടിങ് സ്കിൽസും എല്ലാം വേണം. ദെൻ ലോജിക് തിങ്കർ, വ്യക്തമായിട്ട് ചിന്തിക്കാനും ഉള്ള കഴിവ് വേണം. ലോജിക്കലി ചിന്തിക്കാൻ, ഒരു യുക്തിപരമായിട്ട്, യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വേണം. ദെൻ ഗുഡ് ലിസണർ, നല്ലൊരു കേൾവിക്കാരനോടെ ആകണം. ദെൻ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം വേണം. ദെൻ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഇത് പറഞ്ഞ നല്ല നർമ്മബോധം വേണം. ഓക്കെ, നന്നായിരുന്നു. പ്രസീത? പറഞ്ഞോളൂ. must have a good knowledge of particular material. ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് സമഗ്രമായിട്ട് ഒരു അറിവുണ്ടായെങ്കിൽ മാത്രമേ അതിന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളായിരിക്കും എടുക്കാൻ സാധിക്കുക. എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ, കാര്യക്ഷമമായ ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. തന്റെ അഭിപ്രായം വ്യക്തമായിട്ട് പറയാനും മറ്റുള്ളവരുടെ അഭിപ്രായം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കണം. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈല്, ആവശ്യമുള്ളപ്പോൾ ശക്തമായി വാദിക്കാനും ചിലപ്പോൾ തന്ത്രപരമായി പ്രതിരോധിക്കാനുമുള്ള വ്യക്തമായ അറിവുണ്ടാവണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, ചർച്ചയ്ക്ക് വേഗത്തിൽ അതിൽ ലാഗ് വരാൻ പാടില്ല. കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള, ആലോചിക്കാനും അതിനുള്ള കൃത്യമായ കഴിവുണ്ടാവണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കില്ല്, മറ്റുള്ളവരുമായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള സൗഹൃദപരമായി പെരുമാറാനും അവരോടുള്ള വിശ്വാസം ഉണ്ടാക്കാനും കഴിവുണ്ടാവണം. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, കരാറ് നിയമങ്ങള്, കരാറ് തയ്യാറാക്കല്, വില നിശ്ചയിക്കല് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ അറിവുണ്ടാവണം. ലോജിക് തിങ്കർ, കാര്യങ്ങളെ തർക്കബുദ്ധിയോടെ വിലയിരുത്താൻ കഴിയണം. ഗുഡ് ലിസണർ, മറ്റു വിഭാഗത്തിലെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാനും, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ, നല്ല ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടാവില്ല. ഒപ്റ്റിമൈസ്റ്റിക്, നല്ല ശ്രോതാവായിരിക്കണം. നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ലളിതമായി തമാശകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലളിതമായ രീതിയിൽ വേണം ചർച്ചകൾ ചെയ്യാൻ. ഓക്കെ, ഇത് പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? വേറെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ക്ലിയർ ആയല്ലോ? മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഓക്കെ, നോക്കാം. To safeguard organizations' interest and goal. എന്താണ് നമ്മൾ പറഞ്ഞു? ഇപ്പൊ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ എന്താണ് കരാറുകൾ നമ്മൾ വെക്കുന്നതെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കരാറിന് പോയതെങ്കിൽ, ആ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റും ഗോളും അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചർച്ചകൾ നടത്തേണ്ടത്, ഇല്ലേ? ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചർച്ചയ്ക്ക് പോയതെങ്കിൽ, ആ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റും ഗോളും എന്താണ് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് ചർച്ചകൾ നടത്തേണ്ടത്. പിന്നെന്താ? ടു സീ that the organization is not in a disadvantageous position. അതുപോലെ തന്നെ ചർച്ചകൾ നടത്തുമ്പോൾ പ്രതികൂലമായിട്ടല്ല അനുകൂലമായിട്ട് വേണം ചർച്ച നടത്തേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷന് അനുകൂലമായിട്ട് വേണം ചർച്ചകൾ നടത്താനായിട്ട്. To ensure that the organization gets all benefits which it can easily and comparatively come to it in normal circumstances. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ, പല ചർച്ചകളുമായിട്ട് നടത്തിയത് കമ്പയർ ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് നല്ല രീതിയിൽ ഒരു ഗുണം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ചർച്ചകൾ നടത്താനായിട്ട്. ഓക്കെ, സ്ഥാപനത്തിന്റെ ബെനഫിറ്റ് അത് നോക്കിയിട്ട് അല്ലെങ്കിൽ ബെനഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചർച്ചകൾ നടത്തി കരാറിൽ ഏർപ്പെടാനായിട്ട്. To see that the distant future of the organization
is not a bargainer for this present. എന്താ പറയുന്നത്? ഈ നമ്മൾ ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാർഗെയിൻ വില പേശുന്നത് അല്ലേ? ബാർഗെയിൻ എന്ന് പറഞ്ഞാല് വില പേശല്. അപ്പോ ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ ഈ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാറുണ്ട് അല്ലെ? എഗ്രിമെന്റ് വെക്കും. അപ്പോൾ നമുക്ക് എന്താണ് വേഗം ആ കരാർ അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് തീരുന്ന രീതിയിൽ നമ്മൾ എഗ്രിമെന്റ് വെക്കാൻ പാടില്ല. കുറച്ച് കൂടുതൽ സമയത്തേക്ക് നമ്മൾ എഗ്രിമെന്റിൽ അത് കരാർ എഴുതിയിട്ട് വേണം നമ്മൾ ആ കരാറിൽ ഏർപ്പെടാനായിട്ട്, എഗ്രിമെന്റ് വെക്കാനായിട്ട്. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നു, ഹോൾസെയിൽ കടയിൽ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉടമ്പടി വെച്ച് കരാറിൽ ഏർപ്പെടും അല്ലെ? പക്ഷെ 2 മാസത്തേക്കാണ് ആ കരാറ് എന്താ എഗ്രിമെന്റ് വെച്ചതെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ആ ഹോൾസെയിൽ ഷോപ്പിലെ ഓണർക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾക്ക് വില കൂട്ടി നൽകാം നമുക്ക് അല്ലെ? അപ്പൊ അവർക്ക് പറയാൻ പറ്റും എന്താണ്, കരാർ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, കരാറ് കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ എന്താണ് സാധനങ്ങൾക്ക് വില കൂട്ടും എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് അവിടെ പറയുന്നത്, കരാറിൽ ഏർപ്പെടുമ്പോൾ കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇനി എന്താ? ensure that the term and the condition are settled in appearance terms and nothing is left to interpretations which may result in misunderstanding and bitterness. Bitterness എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ്, കയ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അറിയാമോ, തെറ്റിദ്ധാരണ അല്ലെ? അപ്പോ നമ്മുടെ കരാറുമായിട്ട് ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞ് അത് സെറ്റിൽ ചെയ്യുകയും പിന്നീട് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ബിറ്റർനെസ്സിനോ ഒരു വിദ്വേഷത്തിനോ ഒന്നും ഇടയാക്കരുത്. കറക്റ്റായിട്ട് അതിന്റെ റൂൾസ് അനുസരിച്ചിട്ട് വേണം കണ്ടീഷനിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, എഗ്രിമെന്റ് വെച്ച് അതിനകത്ത് കൂടി പോകാനായിട്ട് നോക്കാം. ഇനി പിന്നെയും നമ്മൾ ഇത് എന്താണ്, ഈ എഗ്രിമെന്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്തില്ല എങ്കിൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒരു വിദ്വേഷത്തിനൊക്കെ ഇടവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ടേംസും കണ്ടീഷൻസും പറഞ്ഞ് അത് സെറ്റിൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായിട്ട്. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജിക് പ്ലാൻസ് ഫോർ ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് എ ലോങ് term aim and tactics are vital part of negotiations. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുലേറ്റ് ചെയ്യാം അല്ലെ, സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ അല്ലെ, നമ്മുടെ ഒരു ലോങ് ടൈം എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ നമ്മൾ മെനഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഫോർ ദി ആരൊക്കെയാണ് നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്? പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഉണ്ടാവും, പിന്നീട് ആരുണ്ടാവും? അഡ്മിനിസ്ട്രേഷൻ ഏരിയയില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് നെഗോഷിയേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്ര പെട്ടെന്ന് വായിച്ചോ?
ഓക്കെ, ക്ലിയർ ആണോ ഇത്ര വരെയുള്ള പോർഷൻസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും വരെ വെച്ച് നമുക്ക് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.